കൊല്ലം നിലമേലിൽ ഗവർണർക്കെതിരെ എസ്എഫ്ഐയുടെ ആക്രമണം. കരിങ്കൊടി കാണിച്ച് എസ്എഫ്ഐ പ്രവർത്തകർ ഗവർണറുടെ കാറിനടുത്തേക്ക് പാഞ്ഞെടുത്തു. കാറിൽ നിന്നും ഗവർണർ പുറത്തിറങ്ങി. ഇവരുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് നിലവിലെ സാഹചര്യവും? ഗവർണർക്കെതിരെ വീണ്ടും എസ്എഫ്ഐയുടെ അതിക്രമം. കൊല്ലം നിലമേലിലാണ് ഗവർണർക്കെതിരെ എസ്എഫ്ഐയുടെ ആക്രമണമുണ്ടായത്. കരിങ്കൊടി കാണിച്ച എസ്എഫ്ഐ പ്രവർത്തകർ ഗവർണറുടെ കാറിനടുത്തേക്ക് പാഞ്ഞെടുത്തു. കാറിൽ നിന്നും ഗവർണർ പുറത്തിറങ്ങി. നേരത്തെയും തിരുവനന്തപുരത്തടക്കം ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അരങ്ങേറുന്നു. പോലീസ് ഇതിനെ കളമൊരുക്കുകയാണെന്നുള്ള വിമർശനം കൂടി ഉയർന്നിരുന്നു. മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് നിലവിലെ സാഹചര്യവും? KP, ഇപ്പോഴും ഗവർണർ പ്രതിഷേധത്തിൽ തന്നെയാണ്. SFI പ്രവർത്തകർ കരിങ്കൊടിയുമായിട്ട് ഗവർണറുടെ വാഹനത്തിന് മുന്നിലേക്ക് അല്പസമയം മുമ്പ്, ഏകദേശം അരമണിക്കൂർ മുമ്പ് കടന്നെത്തുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇവരെ SFI പ്രവർത്തകരെ നേരത്തെ മുൻകൂട്ടി കണ്ട് കരുതൽത്തടം അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നില്ല. SFI പ്രവർത്തകർക്ക് ഗവർണറുടെ മുന്നിൽ പ്രതിഷേധിക്കുന്നതിനുള്ള അവസരം പോലീസ് ഒരുക്കി കൊടുത്തു തുടങ്ങിയ ആരോപണങ്ങളാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നേരത്തെയും പല സ്ഥലങ്ങളിലും ഗവർണർക്കെതിരെ ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായ സാഹചര്യത്തിൽ കൊല്ലം ജില്ലയിലേക്ക് ഗവർണർ എത്തുമ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് തടയണമായിരുന്നു എന്നുള്ള ആരോപണവുമായാണ് വലിയ രീതിയിൽ ഉയർന്നു വരുന്നത്. അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഇന്നത്തെ സംഭവ വികാസങ്ങളും ഉണ്ടായത്. കൊല്ലം നിലമേലാണ് ഗവർണർ എത്തിയപ്പോഴാണ് SFI പ്രവർത്തകർ കൂട്ടമായിട്ട്. മിഥുൻ, ഇപ്പോഴും വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാരെ ഗവർണർ റോഡിൽ തന്നെ നിൽക്കുകയാണോ? പോലീസിനെ ശകാരിച്ചു. പോലീസ് വേണ്ടത്ര സുരക്ഷ ഒരുക്കുന്നില്ല, കൃത്യമായി ഇടപെടൽ നടത്തുന്നത് എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് അവിടെ കാണാൻ സാധിച്ചത്. നിലമേലിൽ SFI പ്രവർത്തകർ പാഞ്ഞെടുക്കുമ്പോഴും പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണോ ഉണ്ടായത്? ഇപ്പോഴും ഗവർണർ അവിടെയുള്ള ഒരു കടയിൽ തന്നെ വിശ്രമിക്കുകയാണ്. ഗവർണർ വാഹനത്തിലേക്ക് കയറാൻ കൂട്ടാക്കിയിട്ടില്ല. ഏകദേശം അരമണിക്കൂർ മുമ്പായിരുന്നു ഈ പ്രതിഷേധം ഉണ്ടായത്. കൊല്ലം തിരുവനന്തപുരത്തെ ാണ് ജില്ലയിലെ കൊട്ടാരക്കരയിലാണ് ഇന്ന് ഗവർണറിന് പരിപാടി ഉണ്ടായിരുന്നത്. രാവിലെ 11 മണിക്ക് നിശ്ചയിച്ചിരുന്ന പരിപാടിയിലേക്ക് ഗവർണർ എത്തുന്നതിന് വേണ്ടി ഈ തിരുവനന്തപുരം കൊല്ലം അതിർത്തി പ്രദേശമായ നിലമേലെത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. 50-ലധികം SFI പ്രവർത്തകരായിരുന്നു ഇവിടെ ഗവർണർക്ക് കരിങ്കൊടിയും മുദ്രാവാക്യങ്ങളുമായി ഗവർണറെ തടയുന്നതിന് വേണ്ടി എത്തിയത്. വലിയ പ്രതിഷേധവുമായി എത്തിയ SFI പ്രവർത്തകരെ തടയുന്നതിനോ സമരം പ്രതിഷേധം അവസാനിപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ ആ സമയത്ത് കൈക്കൊള്ളുന്നതിനോ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഇതാണ് വലിയ രീതിയിൽ ഗവർണർക്ക് പോലീസിനെതിരെ തിരിയുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയത്. തുടർന്ന് വാഹനത്തിൽ നിന്നും ഇറങ്ങിയ ഗവർണർ ഇവിടെ പുറത്തിറങ്ങി SFI പ്രവർത്തകർക്ക് അരികിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് ഒരു സംഘർഷ സാധ്യത പോലെ SFI പ്രവർത്തകരും വലിയ പ്രതിഷേധവുമായി നിലയുറപ്പിച്ചു. പക്ഷേ ഇവരെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുവാൻ പോലീസിന് വളരെ അധികം സമയം എടുക്കേണ്ടി വന്നു. തുടർന്ന് മുഴുവൻ SFI പ്രവർത്തകരെയും ഇപ്പോൾ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പക്ഷേ ഗവർണർ ഇപ്പോഴും അവിടെ തന്നെ തുടരുകയാണ്. പോലീസിനെ ശകാരിച്ചിട്ടുണ്ട്. മുഴുവൻ SFI പ്രവർത്തകരെയും ഇത്തരത്തിൽ പ്രതിഷേധിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ഗവർണർ വരുന്ന വഴികളിലെ പ്രതിഷേധങ്ങളൊക്കെ തടയാൻ പോലീസിന് സാധിച്ചില്ല. നേരത്തെ മുൻകൂട്ടി കണ്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നുവെങ്കിൽ മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്ത് നീക്കണമായിരുന്നു. നിലമേൽ ഭാഗത്ത് ഇത്രയും ആളുകൾ തമ്പടിക്കാനുള്ള സാധ്യത ഒരുക്കിയത് പോലീസിന്റെ വലിയ വീഴ്ച തന്നെയാണ്. 50-ലധികം ആളുകളാണ് മുദ്രാവാക്യം നൽകിക്കൊണ്ട് വലിയ കൊടികളും കരിങ്കൊടികളും ഒക്കെയായിട്ട് നിലയുറപ്പിച്ചിരുന്നത്. അത് മുൻകൂട്ടി കാണാൻ പോലീസിന് സാധിച്ചില്ല. അത് തടയണമായിരുന്നു. ആ പ്രതിഷേധങ്ങൾ തടയേണ്ട ഉത്തരവാദിത്തം പോലീസുണ്ടായിരുന്നു. തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഗവർണർ പോലീസിനെ ശകാരിച്ചത്. തുടർന്ന് അടുത്തുള്ള നിലമേലുള്ള ഒരു കടയുടെ സമീപത്തേക്ക് ഗവർണർ എത്തുകയും അവിടെ എത്തി ചൂടുവെള്ളം ആവശ്യപ്പെടുകയും കടക്കാരിൽ നിന്ന് ചൂടുവെള്ളം വാങ്ങി അവിടെ നിലയുറപ്പിച്ചിരിക്കുകയുമാണ്. ഇപ്പോൾ ഗവർണർ തിരികെ വാഹനത്തിൽ കയറിയിട്ടില്ല. ഗവർണറെ തിരികെ വാഹനത്തിൽ കയറ്റി ഈ പരിപാടി നടക്കുന്ന സദാനന്ദപുരത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമായിരുന്നു പോലീസ് തുടർന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഗവർണർ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. നേരത്തെ സമാനമായ സാഹചര്യങ്ങൾ പലയിടത്തും ഉണ്ടായി. ഗവർണറെതിരെ അനാവശ്യമായിട്ടുള്ള പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഗവർണറെ തടയുന്ന സാഹചര്യം വരെ പലയിടത്തും ഉണ്ടാകുന്നു. പക്ഷേ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇന്ന് കൊല്ലത്തേക്ക് ഗവർണർ എത്തുമ്പോൾ ആ പ്രതിഷേധങ്ങൾ തടയുന്നതിനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധിക്കാൻ സാധ്യതയുള്ള SFI പ്രവർത്തകരെ മുൻകൂട്ടി കണ്ട് കരുതൽത്തടങ്ങൾ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നതിനോ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വലിയ വീഴ്ചയായിട്ട് ഉയർന്നു വരുന്നത്. പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരത്തടക്കം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള അതിക്രമം ഉണ്ടായിരുന്നു. ഈ ഒരു അതിക്രമവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അന്വേഷണ റിപ്പോർട്ടുകളടക്കമുണ്ടായിരുന്നു. കൃത്യമായ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടാകുന്നു. ഗവർണറുടെ ഒരു സഞ്ചാരപാത പോലും SFI നേതാക്കൾക്ക്, CPM നേതൃത്വത്തിന്, DYFI നേതൃത്വത്തിന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ചോർത്തി കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ, കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനുശേഷവും മതിയായ രീതിയിലുള്ള സുരക്ഷ ഒരുക്കാൻ, മതിയായ രീതിയിലുള്ള ഇടപെടൽ നടത്താൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല, പോലീസിന് സാധിക്കുന്നില്ല. ആ ഒരു അനാസ്ഥയ്ക്കെതിരെയുള്ള, ഗുരുതരമായ വീഴ്ചയ്ക്കെതിരെയുള്ള വിമർശനം തന്നെയാണ് ഗവർണറുടെ ഭാഗത്തിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ?
തീർച്ചയായും KP അത് തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പല ഇടങ്ങളിലും തിരുവനന്തപുരത്ത് അടക്കം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി. ഗവർണറുടെ വഴി സഞ്ചാര സ്വാതന്ത്ര്യം പോലും തടയുന്ന സാഹചര്യമുണ്ടായി. ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് നേരെ അക്രമ സ്വഭാവമുള്ള പ്രതിഷേധവുമായിട്ട് SFI രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളെല്ലാം തുടർന്നു പോകുകയും ചെയ്തിട്ടും ഇപ്പോഴും മിഥുൻ തുടരുക. കൊല്ലം നിലമേലിലാണ് ഗവർണർക്കെതിരെ അല്പസമയം മുമ്പ് SFIയുടെ ആക്രമണമുണ്ടായത്. ദൃശ്യങ്ങളിലേക്ക്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. They were standing here when you were here. Action needs to be taken against you. Yes. You are the culprit. No, I will not go. I will not tell you know that you are organizing an attack on me. Come now, did you use lathi charge? No, because they are your boss. They can treat me in any manner they like. I will not go from here. No. കൊല്ലം നിലമേലിലാണ് അല്പസമയം മുമ്പ് ഗവർണർക്കെതിരെയുള്ള SFIയുടെ അതിക്രമണമുണ്ടായത്. കരിങ്കൊടി കാണിച്ച് SFI പ്രവർത്തകർ ഗവർണറുടെ കാറിനടുത്തേക്ക് പാഞ്ഞെടുക്കുകയായിരുന്നു. വിശദാംശങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, ഗവർണർ ഗോ ബാക്ക് എന്നുള്ള മുദ്രാവാക്യ വിളികളുമായിട്ടാണ് കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. SFI പ്രവർത്തകർ ഗവർണറുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. SFI പ്രവർത്തകരുടെ ഈ ഒരു അതിക്രമത്തെ തടയാൻ, മുൻകൂട്ടി കണ്ടറിഞ്ഞുകൊണ്ട് അവരെ പിന്തിരിപ്പിക്കാൻ, അവരെ മാറ്റാൻ പോലീസ് സംവിധാനങ്ങൾക്ക് സാധിച്ചില്ല. അതിന്റെ രൂക്ഷമായ വിമർശനം തന്നെയാണ് ഗവർണർ അല്പസമയം മുമ്പ് താക്കീതിന്റെ സ്വരത്തിൽ നൽകുകയും ചെയ്തത്. ഇപ്പോൾ ഗവർണർ അവിടെ നിൽക്കുക തന്നെയാണ്. എന്ത് നിലപാടാണ് ഗവർണർ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? സംസ്ഥാന സർക്കാരിനെതിരെ, പോലീസിനെതിരെ അദ്ദേഹം അതിനിശ്ചിതമായ വിമർശനം തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മിഥുൻ, കേൾക്കാമെങ്കിൽ? കൊല്ലം നിലമേലിലാണ് ഗവർണർക്കെതിരെ SFIയുടെ അതിക്രമണം ഉണ്ടായിരിക്കുന്നത്. കരിങ്കൊടി കാണിച്ച SFI പ്രവർത്തകർ ഗവർണറുടെ കാറിനടുത്തേക്ക് പാഞ്ഞെടുക്കുകയായിരുന്നു. കാറിൽ നിന്നും ഗവർണർ പുറത്തിറങ്ങി. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ SFIയുടെ അതിക്രമം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു അതിക്രമം തടയാനുള്ള ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നത് പല സാഹചര്യത്തിലും കണ്ടതാണ്. കൊല്ലം നിലമേലിലും അല്പസമയം മുമ്പ് അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് കണ്ടത്. SFI പ്രവർത്തകർക്ക് കരിങ്കൊടി കാണിക്കാൻ, പ്രതിഷേധിക്കാൻ, അതിക്രമം കാണിക്കാൻ പോലീസ് കൂട്ടുനിൽക്കുകയാണ് എന്നുള്ള വിമർശനം, അധിക്ഷേപം ശരിവെക്കുന്ന രീതിയിലുള്ള പോലീസിന്റെ സാന്നിധ്യം, പോലീസിന്റെ ഇടപെടൽ, അതിനെതിരെ തന്നെയാണ് ഗവർണർ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അദ്ദേഹം കൃത്യമായ രീതിയിൽ ശകാരിച്ചിട്ടുണ്ട്. ഈ ഒരു വീഴ്ച ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയതൊപ്പം SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് സംഭവ സ്ഥലത്ത് നിന്നും നീക്കിയിട്ടുണ്ട്. പ്രതിഷേധിച്ച് അതിക്രമം കാണിച്ച് അതിനുശേഷം മാത്രം ഇടപെടുന്ന പോലീസ്, SFI പ്രവർത്തകർ പാഞ്ഞെടുക്കുമ്പോൾ കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്ന പോലീസാണ് പിന്നീട് SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് രംഗം ശാന്തമാക്കാൻ ശ്രമിക്കുന്നത്. SFI പ്രവർത്തകർക്ക് എല്ലാ അതിക്രമം കാണിക്കാനും പ്രതിഷേധം രേഖപ്പെടുത്താനുമുള്ള വഴിയൊരുക്കുകയും സാഹചര്യമൊരുക്കുകയും അതിനുശേഷം SFI പ്രവർത്തകരെ ആ സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റുകയും ചെയ്യുന്ന ഒരു ശീലം തന്നെയാണ് പോലീസ് ഇപ്പോഴും ആവർത്തിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിരൂക്ഷമായ ഭാഷയിൽ ഗവർണർ ഡോക്ടർ ആരിഫ് മുഹമ്മദ് ഖാൻ പോലീസ് ഉദ്യോഗസ്ഥരെ വിമർശിച്ചത്. നേരത്തെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ SFI പ്രവർത്തകർക്ക് ഒത്താശ ചെയ്യുന്നു. കരിങ്കൊടി കാണിക്കാൻ SFI പ്രവർത്തകർ ഗവർണറെ അതിക്രമിക്കാൻ പോലീസുകാർ തന്നെയാണ് ഒത്താശ ചെയ്യുന്നത്. ഗവർണറുടെ യാത്രാ വിവരങ്ങൾ സംബന്ധിച്ച്
റൂട്ട് മാപ്പ് അടക്കം SFI നേതാക്കൾക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥർ എത്തിച്ചു കൊടുക്കുന്നു. അതിനുശേഷം തന്നെയാണ് അവിടേക്ക് കൂട്ടം കൂടി SFI പ്രവർത്തകർ എത്തുകയും അതിക്രമം നടത്തുകയും ചെയ്യുന്നു എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്, ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ടുണ്ട്. ഈ ആഭ്യന്തര റിപ്പോർട്ട് ഒരിക്കൽ കൂടി കേരളത്തിന്റെ സമൂഹം കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ്. അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട സംഭവം നടന്നത്. ഇപ്പോൾ വിശദാംശങ്ങളുമായി മിഥുൻ മുരളിച്ചിരിക്കുകയാണ്. മിഥുൻ, ഇത്തരത്തിൽ അതിശക്തമായ ഭാഷയിൽ തന്നെയാണ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്ത് SFI പ്രവർത്തകർക്കും അദ്ദേഹം കൃത്യമായ താക്കീത് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഗവർണർ ഇപ്പോഴും അവിടെ തുടരുകയാണോ? KP, കഴിഞ്ഞ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട സമയങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രി പോകുന്ന വഴികളിലെല്ലാം മുൻകൂട്ടി ആളുകളെ കണ്ടുകൊണ്ട് പ്രതിപക്ഷ സംഘടനകളിലെ വിദ്യാർത്ഥി സംഘടനകളിലെയും എല്ലാം പ്രവർത്തകരെ നേരത്തെ മുൻകൂട്ടി കണ്ട് കരുതൽ തടങ്കലിലാക്കുന്ന സംഭവവികാസങ്ങളും അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗവർണർക്കെതിരെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന മുൻകൂട്ടി ഇന്റലിജൻസ് റിപ്പോർട്ട് സഹിതം വന്ന സാഹചര്യത്തിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും സമാനമായ സംഭവങ്ങൾ ആവർത്തിച്ചിട്ടും SFIയുടെ അക്രമ സ്വഭാവമുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുമൊന്നും അത്തരത്തിലുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുന്നില്ല. ഇത്തരത്തിൽ പ്രതിഷേധവുമായി മുന്നിട്ടിറങ്ങുന്ന SFI പ്രവർത്തകരെ നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് കരുതൽ തടങ്കലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ പോലീസിന് കഴിയുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപമാണ് ഉയർന്നു വരുന്നത്. അതുതന്നെയാണ് ഗവർണറും മുന്നോട്ട് വെക്കുന്ന ആക്ഷേപം. ഇത്തരത്തിലുള്ള പ്രതിഷേധം അടിച്ചമർത്താൻ അല്ലെങ്കിൽ ഈ പ്രതിഷേധം ഒഴിവാക്കാൻ പോലീസിന് സാധിച്ചില്ല. ഇത്രയും ആളുകൾ ഒന്നിച്ച് സംഘടിക്കുമ്പോൾ അത് അറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലീസിന് എന്താണ് ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയുക തുടങ്ങിയ കാര്യങ്ങൾ ആക്ഷേപിച്ചുകൊണ്ടാണ് പോലീസ് ഗവർണർ ഇവിടെ തന്നെ ഈ നിലമേലുള്ള ഒരു കടയിൽ തന്നെ തുടരുന്ന സാഹചര്യമുണ്ടായിരുന്നത്. പോലീസിനെ വലിയ രീതിയിൽ ശകാരിച്ചുകൊണ്ട് ഗവർണർ ഇവിടെ തന്നെ തുടരുകയാണ്. ഇപ്പോഴും ഇവിടെയുള്ള കടയിലെത്തി അവിടെ നിന്നും ചൂടുവെള്ളം വാങ്ങി കുടിച്ചുകൊണ്ട് ആ കടയ്ക്ക് സമീപം തന്നെ തുടരുന്ന സാഹചര്യമാണ് നിലവിലും തുടരുന്നത്. ഗവർണർ മുന്നോട്ട് വെക്കുന്ന പല